ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാനൊരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. ആറ്റൽ പൊങ്കാല കഴിഞ്ഞു. ഇന്ന് ഞാനൊരു ബിരിയാണി വെക്കാൻ പോകുന്നു. ബിരിയാണിയിൽ എന്താണ് സ്പെഷ്യൽ ചോദിച്ചു? ചിക്കൻ ബിരിയാണി. ഇക്ക് സാധാരണ അരി കൊണ്ടുള്ള ബിരിയാണി കഴിച്ചിട്ടുള്ളത്. ഇന്ന് ഞാൻ റാബിറ്റിന്റെ പല്ല്. ഇന്നത്തെ ബിരിയാണിയിൽ അരിയില്ല. അരി ഇല്ലാത്തൊരു ബിരിയാണി വെക്കാൻ പോകും. ചിക്കൻ കറിയല്ല, ഇതൊരു ബിരിയാണിയാണ്. പക്ഷേ ചിക്കൻ ബിരിയാണി വിത്തൗട്ട് റൈസ്. നമ്മളിങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാറില്ലേ, ഹൗ ടു മേക്ക് ചിക്കൻ കറി വിത്തൗട്ട് ചിക്കൻ. അതുപോലെ ഹൗ ടു മേക്ക് ബിരിയാണി വിത്തൗട്ട് റൈസ്, ബസുമതി റൈസ്, എന്താ ഒരു റൈസും ഇല്ലാതെ ഒരു ചിക്കൻ ബിരിയാണി കാണണ്ടേ? വളരെ ടേസ്റ്റി. ഒരു സഹായം വേണ്ട, നമുക്കൊരു 10 മിനിറ്റ്സിലുണ്ടാക്കാം. ഓക്കെ, 10 മിനിറ്റ്സിലുണ്ടാക്കാം. കളിന്റെ ഓട്ടം വലുതായി തുടങ്ങി. ഉണ്ടാക്കി തരാം. ഹലോ, അപ്പം നമ്മൾ ബിരിയാണി വെക്കാനുള്ള ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 10 മിനിറ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിൽ 10 മിനിറ്റ് ഉണ്ടാക്കല്ലേ. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന കുറച്ച് സമയം എടുക്കും കേട്ടോ, അത് നിങ്ങൾ നോക്കണം. അപ്പോൾ ഇത് എൻ്റെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, സോ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വിചാരിച്ചു. അല്ലെങ്കിൽ ചിക്കൻ ഇല്ലാതെ ബിരിയാണി വയ്ക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ആകാറായി. ഞാൻ കുറച്ച് നേരമായിട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കണമെന്നുള്ളതെങ്കിൽ മൂപ്പിക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ മതി, ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഡാർക്കാക്കിയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞ ശേഷം ഇതിൽ നിന്ന് വരുന്ന വെള്ളമില്ലേ, വെള്ളമല്ല ഈ ഓയിലിട്ട് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളിതാ ഈ ഒരു ഗ്ലാസ്സിൽ നിറച്ച റവയാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. ഇത് റോസ്റ്റ് ചെയ്യാത്ത റവ ആയതുകൊണ്ട് നമുക്ക് ആദ്യം ഫസ്റ്റ് ഇതിനെ റോസ്റ്റ് ചെയ്യണം. റവ നന്നായിട്ട് റോസ്റ്റഡ് റവയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇത് റോസ്റ്റഡ് അല്ലാത്ത റവയാണ് വാങ്ങിച്ചത്, സോ നമ്മൾ റോസ്റ്റ് ചെയ്യണം. ആ ഒരു മണം വരുമല്ലോ, അതുവരെ റോസ്റ്റ് ചെയ്യണം. നേരത്തെ ചിക്കൻ പൊരിച്ച എണ്ണയില്ലേ, അതാണ് ഇതിലോട്ട് ഒഴിക്കുന്നത്. അതിങ്ങനെ പാനിലോട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ കണ്ടോ, നിങ്ങൾക്ക് എത്ര വേണോ കൂടുതൽ വെജിറ്റബിൾസ് ഇടാം. ഞാൻ ഇതിൽ ക്യാരറ്റ്, സവാള, ബീൻസ്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ചോപ്പ് ചെയ്താണ് ഇട്ടിട്ടുള്ളത്. തക്കാളി, പച്ചമുളകൊക്കെ ഇടാം. ഞാൻ തക്കാളിക്ക് വേണം, ഇവിടെ ടൊമാറ്റോ സോസാണ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ എണ്ണയിലോട്ടിട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം. ഭയങ്കരമായിട്ടൊന്നും വഴട്ടിയൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് സോൾട്ടൊക്കെ ഇടാം കേട്ടോ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വളരെ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല. എന്നിട്ട് നമ്മളിങ്ങനെ സോട്ട് ചെയ്യണം. ഞാൻ ഇതിലിപ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല, കാരണം നമുക്ക് വെള്ളം ഒഴിക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പിട്ടാൽ മതിയാവും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് തരണം. നമ്മൾ ഭയങ്കരമായിട്ട് വഴറ്റിയൊന്നും എടുക്കണ്ട, സോട്ട് ചെയ്യണം. ഉണ്ടോ, ഇത് നമ്മുടെ റവ ഇത് സ്പൂണല്ലല്ലോ, കണ്ണാപ്പ. ഇതിന് നമ്മുടെ നാട്ടിലെ കണ്ണാപ്പ എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താണ് പറയുന്നത്? ഈ ഓട്ടയുള്ള ഇത് കറണ്ടിയെ. നമുക്ക് വെള്ളം ഒഴിക്കണം കേട്ടോ. ഇത് നമ്മൾ നേരത്തെ റവ എടുത്ത ആ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഒരു ഗ്ലാസ് ഒഴിച്ച് ഇനി ഒരു ഗ്ലാസ് കൂടെ ഒഴിക്കാം. ഗ്ലാസ്സൂടെ അങ്ങനെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളക്കും. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഈ വെള്ളത്തിലിട്ട് കൊടുക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് റവ ഇടാം. അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചായിരുന്നു, അപ്പോൾ ക്യാമറയിലൊക്കെ ഇത് അടിച്ച് കയറി കേട്ടോ ആവി. വെള്ളം തിളച്ചു, നമുക്കിതിൽ റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ റവ ഇങ്ങനെ മെല്ലെ ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഇളക്കി
ഇളക്കി ഇളക്കി കൊടുത്ത് വേണം ഇടാൻ. മൊത്തത്തിൽ ഒരുമിച്ചിടരുത്, ചിലപ്പോൾ എന്നാൽ കട്ട പിടിക്കും. എന്നാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇളക്കി 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 കൊടുക്കണം. അപ്പം നമ്മൾ കണ്ട് ഇങ്ങനെ ഫുള്ള് പിട്ട് കഴിഞ്ഞ് എല്ലായിടത്തോട്ടും മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റത്തേക്ക് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് തുറക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കൻ ഇവിടെ ഇട്ട് കൊടുത്തായിരുന്നു. ഇനി ഇതിനെ ഒന്ന് ജസ്റ്റ് ഇളക്കി ഇങ്ങനെ ആക്കി കൊടുക്കാം. തീ കുറച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ചിക്കനൊക്കെ അടിയിലോട്ട് പൊട്ടേ, നമുക്കെല്ലാം സെറ്റാക്കിയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി തരി ബിരിയാണി അഥവാ റവ ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. ഇത് കാണുന്ന പോലെയല്ല, വളരെ ടേസ്റ്റിയാണ്. നമുക്ക് പാത്രത്തിലോട്ട് എങ്ങനെ എടുത്ത് വെച്ച് കഴിക്കണം എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, ഉണ്ടോ? എന്ത് ഈസിയാണ് അല്ലേ? പെട്ടെന്ന് ഉണ്ടാക്കാം. ഇത് പിള്ളേർക്ക് സ്കൂളിൽ ലഞ്ചിനോ സ്നാക്സിനോ എപ്പോഴും വേണോ കൊടുത്തു വിടാം. വളരെ ഈസിയാണ്. തലേദിവസം ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടായിരുന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് കഴിക്കാം. ഇതാണ് ബിരിയാണി, ഉപ്പുമാവ് ബിരിയാണി. ആദ്യം പറഞ്ഞല്ലേ, ഇനി അതിൽ കൂടി ടേസ്റ്റ് ഉണ്ടോ നോക്കാം. ആദ്യം ടേസ്റ്റ് ചിക്കനൊക്കെ എടുത്ത് വെച്ച് തിന്നു. ചിക്കൻ ഫ്രൈ എല്ലാം മിക്സ് ചെയ്ത് ഇതിനെ ബിരിയാണി എന്നൊക്കെ പറയാം. ചിക്കൻ ഫ്രൈ ചൂടുണ്ടാവൂ തന്നെ. കൊള്ളാമോ? ആ കണ്ണ് കുറച്ചുകൂടെ തള്ളി വരാറുണ്ട്. കാശിട്ട് കൊള്ളൂലെന്നൊന്നുമല്ല, കൊള്ളാം. കൊള്ളാം, അടിപൊളിയാണ്. എനിക്ക് കൂടെ കുറച്ച് വെച്ചേരോ. ആ പൊള്ളല് കൊള്ളാം ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളിത് പരീക്ഷിക്കണം. 10 മിനിറ്റിൽ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. പക്ഷെ ഞാൻ എടുത്തപ്പം ഒരു 40 മിനിറ്റ് എടുത്തു കേട്ടോ. ബിക്കോസ് ചിക്കൻ ഫ്രൈ വരാൻ സമയം. ഓക്കെ, ബൈ. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.